കുർബാന തർക്കത്തിൽ ഇപ്പോൾ വലിയ സംഘർഷങ്ങൾ, പ്രശ്ന സമാനമായ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുകയാണ്. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ബിഷപ്പ് ഹൗസിന് മുന്നിലാണോ ഈ ആൾക്കൂട്ടത്തെ കാണുന്നത്? എന്താണ് വിവരങ്ങൾ? അതെ ലക്ഷ്മി, ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് ഈ പുരോഹിതരും വിശ്വാസികളും അടങ്ങുന്ന ഒരു സംഘം എത്തിയിരിക്കുന്നത്. അവരിപ്പോൾ പൂർണ്ണമായും ബിഷപ്പ് ഹൗസിന് മുന്നിലെ ഗേറ്റ് തകർത്തിരിക്കുകയാണ്. ആ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം പുരോഹിതരും വിശ്വാസികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് അവരെ ചെറുത്തിരിക്കുന്നു. പോലീസ് അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഗേറ്റ് പൂർണ്ണമായും ബിഷപ്പ് ഹൗസിന് മുന്നിലെ ഗേറ്റ് തകർത്തിരിക്കുകയാണ്. വിശ്വാസികൾ കയറ് കെട്ടിയായിരുന്നു ആ ഗേറ്റ് വലിച്ചു തകർത്തിരിക്കുന്നത്. ഇപ്പോൾ പുരോഹിതരെ അകത്തേക്ക് കയറ്റാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുരോഹിതരെ അകത്തേക്ക് കയറ്റിവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല. പോലീസുമായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തു നിന്നും ഗേറ്റ് തകർക്കാനുള്ള ഒരു നീക്കം പോലീസ് ഉന്തുതള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലാത്തി വീശിക്കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഒരു പോലീസും വിശ്വാസികളും തമ്മിലുള്ള ഉന്തുതള്ളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ അത് രണ്ട് പോലീസ് ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് വിശ്വാസികളും പുരോഹിതരുമാണ്. വൈകാരികമായിട്ട് തന്നെയാണ് നാട്ടുകാരെല്ലാവരും നിൽക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ വൈദികരും പുരോഹിതരുടെ ഒരു വിഭാഗവും ഒപ്പം തന്നെ കാണുന്നത് പോലെ മറ്റൊരു ഭാഗത്ത് പോലീസും അടങ്ങുന്ന രണ്ട് സംഘങ്ങളാണുള്ളത്. എന്തായാലും വൈകാരികമായ പ്രകടനങ്ങൾക്കാണ് ഇവിടെ വേദിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ഹൗസ്. എന്താണ് ഗേറ്റൊക്കെ തകർക്കാനുള്ള ഒരു നീക്കമുള്ളൂ? ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഏതാണ് ഞങ്ങളുടെ തറവാട്ടിൽ, ഞങ്ങളുടെ അച്ഛന്മാരുടെ തറവാടാണിത്. അവരുടെ വിലാസം ഇതാണ്. ഏത് ആധാറിൽ ഒരു വിലാസം ഇതാണ്. ഇത് പൊളിച്ചത് കയറും. അത് ഞങ്ങളുടെ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ. വലിച്ചൊഴുക്കി പുറത്തിട്ടങ്ങനെ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ. അതുതന്നെയാണ് ലക്ഷ്മി. പുരോഹിതരെ അകത്തേക്ക് കയറ്റുന്നില്ല. പോലീസ് പുരോഹിതരെ ചെറുക്കുന്നു. അവർ പറയുന്നത് പുരോഹിതർക്ക് ഏത് സമയത്തും കയറാൻ കഴിയുന്ന ഒരിടമാണ് ബിഷപ്പ് ഹൗസ്. എന്നാൽ പുരോഹിതരെ കയറ്റുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. പോലീസ് എന്നാൽ അതിന് സഭാ നേതൃത്വത്തിന്റെ പരാതി ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുരോഹിതരെ കയറ്റുന്നതിന് വിലക്കുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പക്ഷം. എന്തായാലും തള്ളിക്കയറാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ പുരോഹിതർ ഇങ്ങോട്ടേക്ക് വരുന്നു. കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവർ മുന്നിലേക്ക് ഇടിച്ചു കയറാനുള്ള പുരോഹിതരെ അകത്തേക്ക് കയറാനുള്ള ഒരു നീക്കമാണ്. പുരോഹിതരകത്തേക്ക് കയറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പുരോഹിതരകത്തേക്ക് കയറ്റി.
സമരം വരുന്ന 21 പുരോഹിതർക്കെതിരെയും സഭാ നേതൃത്വം പരാതി നൽകിയിരുന്നു. അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുരോഹിതരും വിശ്വാസികളും അടങ്ങുന്ന സംഘം ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ കൂട്ടമായി വിശ്വാസികൾ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിരുന്നു. DCP ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. DCP ഇങ്ങോട്ടേക്ക് വരികയാണ്. വിശ്വാസികളുമായി സംസാരിക്കുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് DCP ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഇങ്ങോട്ട് വരികയാണ്. അവർ വിശ്വാസികളുമായി സംസാരിക്കാനുള്ളൊരു നീക്കം ഗേറ്റ് തകർക്കാനാണ് ഇപ്പോഴും വിശ്വാസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പുരോഹിതരും വിശ്വാസികളും അടങ്ങുന്ന സംഘം ഗേറ്റ് തകർക്കാൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് DCP അടക്കമുള്ള ആളുകൾ പുരോഹിതരുമായി സംസാരിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു. DCPയെ കൊണ്ടുപോകാൻ വിശ്വാസികളെ മാറ്റി ഡെപ്യൂട്ടി കമ്മീഷണറുമായി സംസാരിക്കാനാണ് പുരോഹിതരടക്കം ആളുകളെ വലിയ തർക്കങ്ങളിലൊക്കെ കാര്യങ്ങൾ പോകും. ചർച്ചയ്ക്കുള്ള വേദി ഒരുക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിശ്വാസികൾ പോലീസിനെ മടക്കി അയക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പോലീസും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവരോടെല്ലാവരോടും ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ആവശ്യമാണ് DCP അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് വിശ്വാസികൾ മാറാൻ തയ്യാറാവുന്നില്ല. DCP ഇപ്പോഴും തന്നെ അകത്തേക്ക് കയറ്റണം, തനിക്ക് ഏതെങ്കിലും ഒരാളുമായി സംസാരിക്കാം. രാത്രി നിങ്ങൾ ഈ തങ്ങളുടെ അച്ഛന്മാരെ പിടിച്ചിറക്കി കൊണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മീറ്റിംഗ് കാര്യങ്ങളുണ്ടായിരുന്നോ? നിങ്ങൾ പുറകോട്ട് നിൽക്കണം, പ്ലീസ് പുറകോട്ട് നിൽക്കണം. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അവരെ കൂടെ വന്നു കഴിഞ്ഞാൽ ഡിസ്കഷൻ പോസിബിൾ ഉള്ളൂ. ഈ ആൾക്കാരോട് പുറകോട്ട് നിൽക്കാൻ പറയണം. അത് അവര് പറയട്ടെ. ചർച്ച ഇങ്ങനെയുള്ള സ്ഥലത്ത് ചർച്ച ചെയ്യാൻ പറ്റുമോ? അത് ചർച്ച ചെയ്തതിന് ശേഷം
പുറകോട്ടൊന്ന് നിൽക്കണം. നമ്മൾ ചർച്ച ചെയ്യാതെ പറഞ്ഞില്ലേ? പുറകോട്ട് നിൽക്കണം. സംസാരിക്കുന്നത് കേൾക്കാദ്യം സംസാരിക്കട്ടെ. സംസാരിക്കുന്നത് എന്താ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റണം. ഞങ്ങളോട് നിൽക്കണില്ല, ഞങ്ങളോട് നിൽക്കണില്ല. അവരുമായി സംസാരിച്ചോളൂ. നിങ്ങൾ പറഞ്ഞോട്ട് മാറും ഉണ്ടാക്കുന്നില്ല. സംസാരിക്കേണ്ടവർ സംസാരിക്കട്ടെ. ഞങ്ങളോട് വന്നോളാം. നിങ്ങളെ വിട്ട നാളെ പിന്നെ നിങ്ങൾ തടയേണ്ടി വരും. ശാശ്വത പരിഹാരം വേണം. നിങ്ങൾ പുറകോട്ട് നിൽക്കണം. നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം. അതെ, ഇവിടുന്ന് ആരും തൽക്കാലം തള്ളരുത്. DCPനെ അകത്തേക്ക് വിടാനായിട്ടുള്ള സൗകര്യം ഒരുക്കണം. DCPക്ക് അകത്തേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കുക. അത് അവർ ആ മാഡമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് DCPക്ക് അകത്തേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കുക. ഒപ്പം തന്നെ ഈ പുരോഹിതരിലെ ഒരു വിഭാഗവും തമ്മിലുള്ള ചർച്ചയ്ക്കായി അകത്തേക്ക് പോയിരിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനമുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അല്പനേരം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. DCP എത്തിയതിനു ശേഷം അകത്തേക്ക് കടന്ന് ഇപ്പോൾ മുണ്ടാടൻ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് പുരോഹിതരുടെ ഒരു ഭാഗത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പോലീസിന് വേണ്ടി DCPയും സംസാരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ആളുകൾ പിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആവശ്യം ഈ വിശ്വാസികളോ അല്ലെങ്കിൽ പുരോഹിതരോ അംഗീകരിക്കാൻ തയ്യാറാകും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പുരോഹിതരുടെ ഒരു വിഭാഗം ഇപ്പോഴും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ഇതിനകത്തേക്ക് കടക്കണം എന്നുള്ളതാണ്. മാർക്കൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കുള്ളൂ. ഞങ്ങള് സ്റ്റേഡിയം വരട്ടെ, വരുമ്പോ എന്തായാലും തങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടാണ്. എന്താ ഇപ്പൊ പറയുന്നത്? എന്താ അവിടെ ഡിസ്കഷൻ നടക്കാണ്. കയറണമെന്നുള്ള ആവശ്യമൊന്നും നമ്മളകത്തേക്ക് കയറ്റുന്നു. ഹലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പറയാനാണ്. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്ര വന്നാലും ശരി, എന്ത് പ്രശ്നം വന്നാലും നമ്മളകത്ത് കയറും. അതാണ് നമ്മളുടേത്. നമ്മളകത്ത് കയറും, വെടിവെച്ചാലും അകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാമ്യം അടിക്കല്ല, ഞങ്ങൾ ജയിലിലേക്ക് പോകും. ജയിലിൽ നിരാഹാരം കിടക്കും. അതാ തീരുമാനം. അതിന് തയ്യാറുള്ളവരെ മാത്രമേ ഇപ്പോൾ വിളിച്ചിട്ടുള്ളൂ. സമരം ചെയ്യുന്നത് സഭാ ചരിത്രത്തിലൊക്കെ അപൂർവമായിട്ടുള്ള നടക്കുന്ന സംഭവങ്ങളാണ്. ഈ കള്ളം CC നിയമം അനുസരിച്ച്, കാനൂൻ നിയമം അനുസരിച്ച് കേസിൽ പ്രതിയായ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് വരാൻ പാടില്ലെന്നാണ്. ഇത് 16ഉം 18ഉം കേസുള്ളവരെ ഇതിനകത്ത് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള. പിന്നെ അച്ഛന്മാരുടെ അഡ്രസ്സ് എന്ന് പറയുന്ന അരമന. ഈ അരമനയിലേക്ക് അവർക്ക് വന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റിയെന്ന് പറഞ്ഞാലോ?
അത് തന്നെയാണ് ഇവർ പറയുന്നത് പോലെ തന്നെ പുരോഹിതരെ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല. പോലീസ് എന്താ പറയുന്നത്, കയറണ്ട എന്നാണോ ഇപ്പോൾ? അല്ല, ഡിസ്കഷൻ നടക്കാണ്. നേരത്തെ എന്താ പറഞ്ഞു പോലീസ്? പുള്ളിക്കാരത്തി പറ്റിയെന്ന് പറഞ്ഞു, DCP വരട്ടെന്ന് പറഞ്ഞു. DCPയോട് സംസാരിച്ചതിന് ശേഷം അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചർച്ചയൊന്നുമില്ല, ആ ചർച്ചയൊന്നുമില്ല. പറയുന്നത് പോലെ ഈ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല. പകരം തങ്ങളെ എല്ലാവരെയും എല്ലാ പുരോഹിതരെയും അകത്തേക്ക് കയറ്റണമെന്നുള്ളൊരു ആവശ്യം. എല്ലാ പുരോഹിതരെയും അകത്തേക്ക് കയറ്റണമെന്നുള്ളതാണോ ആവശ്യം? അത് എല്ലാ പുരോഹിതരെയും അകത്തേക്ക് കയറണം. ഇത് ഞങ്ങളുടെ ഭവനമാണ്. അപ്പം അത് ആദ്യപടിയ നിലയിൽ പുരോഹിതരെ കയറ്റണം, പിന്നെ അതിനുശേഷം അൽമായരെയും കയറ്റണം. ഏതായാലും പോലീസ് എന്താണ് ഇതിന് എതിർപ്പ് പറയുന്നത്? എന്താണ് പോലീസ് എന്താണ് എതിർപ്പ് പറയുന്നത്? പോലീസ് ഒന്നും പറയുന്നില്ല ഇപ്പോൾ. അതുതന്നെയാണ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കകത്തേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ പോലീസിന്റെ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ശക്തമായ എതിർപ്പ് പുരോഹിതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വിശ്വാസികളിൽ ഒരു ഭാഗം മുന്നോട്ട് പോകുമ്പോൾ ആ എതിർപ്പ് അനുകൂലിച്ചുകൊണ്ട് പുരോഹിതരുടെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഓരോ പുരോഹിതരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പരമാവധി വേഗത്തിൽ അകത്തേക്ക് കടക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിശ്വാസികൾ ആരും തന്നെ ആദ്യഘട്ടത്തിൽ അകത്തേക്ക് കയറേണ്ടതില്ല. പുരോഹിതർ അകത്തേക്ക് കയറട്ടെ, അതിനുശേഷം മാത്രം വിശ്വാസികൾ അകത്തേക്ക് കയറിയാൽ മതി എന്നുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. എന്തായാലും വിശ്വാസികൾക്ക് അകത്തേക്ക് കയറ്റുന്നതിന് മുന്നോടിയായി പുരോഹിതരെ അകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടി ആ നടപടികൾ സ്വീകരിക്കണം. അതിനുള്ള ഒരു സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഒപ്പം തന്നെ ഇപ്പോൾ DCPയോടും അസിസ്റ്റന്റ് കമ്മീഷണർമാർ 3 പേരുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും കൂടാതെ എറണാകുളം സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ, രാജ്കുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ പുരോഹിതരെയും വിശ്വാസികളെയും അകത്തേക്ക് കടത്താതെ അദ്ദേഹം ഇവിടെ കാവൽ നിൽക്കുകയാണ്. ഈ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടക്കാനുള്ള ഒരു നീക്കമായിരുന്നു പുരോഹിതരും വിശ്വാസികളും ചേർന്ന് നടത്തിയത്. എന്നാൽ അത് പോലീസ് പൂർണ്ണമായും തടഞ്ഞു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അകത്തേക്ക് കടത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസും എത്തിയിരിക്കുന്നത്. എന്തായാലും ഉന്നത തുടരുകയാണ്. ആദ്യം ഉണ്ടാക്കേണ്ടത് 3 അച്ഛന്മാരകത്തുണ്ട്. അച്ഛന്മാരെ കൊല്ലോ, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. 21 എല്ലാവർക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നു. നമ്മുടെ അച്ഛന്മാർ സിനഡ് വല്ല പണിക്കും പോട്ടെ. യുദ്ധസമാനമായ ആ അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. സംഘർഷഭരിതമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് വിശ്വാസികളും മറുഭാഗത്ത് പോലീസും തമ്മിലുള്ള വാക്കുതർക്കം പുരോഗമിക്കുന്നു. ഇതിനിടയിൽ പുരോഹിതരുടെ നേതൃത്വവും ഒപ്പം തന്നെ പോലീസ് നേതൃത്വവും തമ്മിലുള്ള ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയിൽ ഒരു തീരുമാനമായാൽ മാത്രമേ മുന്നോട്ടുള്ള വഴികൾ എന്താണ്, മുന്നോട്ട് എങ്ങനെയായിരിക്കും ഈ സമരം മുന്നോട്ട് നീങ്ങുക, ഒരു സമരം പിരിഞ്ഞു പോകുമോ, അതുമല്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി വിശ്വാസികളും പുരോഹിതരും ഇതിനകത്തേക്ക് ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറുമോ എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ പറ്റും. ചർച്ച ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം CI അടക്കമുള്ള ആളുകൾ, സെൻട്രൽ CI അടക്കമുള്ള ആളുകളുമായി ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചർച്ചയ്ക്ക് എന്താണ് മറുപടി കിട്ടാൻ പോകുന്നത് എന്ന് കാത്ത് പുരോഹിതരുടെയും വിശ്വാസികളുടെയും സംഘം പുറത്തു നിൽക്കുന്നു. ഈ പുരോഹിതരും വിശ്വാസികളും അകത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി കാവലായി പോലീസിന്റെ ഒരു ഭാഗവും നിൽക്കുകയാണ്. അങ്ങനെ 3 വിഭാഗങ്ങളായി ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. കൂടുതൽ വിശ്വാസികളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്, കൂടുതൽ പുരോഹിതരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ആരാണ് രാജിവെച്ചത്? എന്താണ് സംഭവിച്ചത്? രാജിവെച്ചത് പറഞ്ഞു കേൾക്കണം, ശരിയാണെന്നറിയില്ല.
എന്തായാലും ഇവർ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അഡ്മിനിസ്ട്രേറ്റ് ആയിട്ടുള്ള ബോസ്കോ പുത്തൂര് രാജിവെച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളമാണെന്ന് അറിയില്ല. ചിലപ്പോൾ വായ്മൊഴിയായിട്ട് പറഞ്ഞ് പരത്താനുള്ള ഒരു ശ്രമമായിരിക്കാം, അതുമല്ലെങ്കിൽ നടന്നതായിരിക്കാം. എന്തായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ്. കാരണം ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വിശ്വാസികളുടെയും ഒപ്പം തന്നെ പുരോഹിതരുടെയും വിജയമായിട്ട് മാത്രമായിരിക്കും അവർ കരുതുക. അതുകൊണ്ട് തന്നെ ആ ഒരു ആഹ്ലാദം ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ നിലവിലെ എന്തായാലും DCP അകത്തേക്ക് പോയിട്ടുണ്ട്. DCP അശ്വതി ജിജി അകത്തേക്ക് ചർച്ചയ്ക്കായി പോയിട്ടുണ്ട്. വലിയ പ്രകോപനപരമായ പ്രസ്താവനകൾ തന്നെയാണ് അവിടെ നിന്നും വിമതരായിട്ടുള്ള വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം ഒക്കെയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നും പുതിയ വാർത്തകൾ വരുന്ന മുറയ്ക്ക് അതിലേക്കെത്താം. ഒരു ചെറിയ ഇടവേള.